ജോലിയില്ലാത്ത സ്ത്രീകളെ വീട്ടമ്മ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള മാധ്യമ ഭാഷയിൽ മാറ്റം വരുത്തണമെന്ന് വനിതാ കമ്മീഷൻ. വളയിട്ട കൈകളിൽ വളയം ഭദ്രം പോലെയുള്ള തലക്കെട്ടുകൾ ഒഴിവാക്കണമെന്നും കമ്മീഷന്റെ നിർദ്ദേശം. മാധ്യമങ്ങളുടെ സമീപനത്തിലും ഭാഷയിലും വരുത്തേണ്ട മാർഗരേഖയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ശുപാർശകൾ സഹിതം ഇക്കാര്യം കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചു. ലിംഗസമത്വത്തിൽ അധിഷ്ഠിതമായ മലയാള പദാവലികളുടെ ശൈലീ പുസ്തകം അടിയന്തരമായി തയ്യാറാക്കണം. ഔദ്യോഗിക ഉപയോഗത്തിനും മാധ്യമങ്ങളുടെ ഉപയോഗത്തിനും ഇത് ലഭ്യമാക്കണമെന്നും വനിതാ കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തു. വളയിട്ട കൈകളിൽ വളയം ഭദ്രം പോലെ ഏത് തൊഴിലായാലും സ്ത്രീകൾ രംഗത്തേക്ക് വരുമ്പോൾ വളയെ കൂട്ടുപിടിക്കുന്ന തലക്കെട്ടുകൾ ഒഴിവാക്കുക. ജോലിയില്ലാത്ത സ്ത്രീകളെ വീട്ടമ്മയെന്ന് വിളിക്കുന്ന മാധ്യമ ഭാഷയിൽ മാറ്റം വരുത്തുക. സ്ത്രീകൾ തീരുമാനമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കുഴപ്പത്തിലാവുമ്പോൾ പെൺബുദ്ധി പിൻബുദ്ധി തുടങ്ങിയ പ്രയോഗം പെണ്ണ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വായനക്കാരെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അവതരണം തുടങ്ങിയവ തിരുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. മാധ്യമങ്ങളുടെ സമീപനത്തിലും ഭാഷയിലും വരുത്തേണ്ട മാർഗരേഖയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ശുപാർശകൾ സഹിതം ഇക്കാര്യം കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചു. ഭാഷാ വിദഗ്ധൻ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള മീഡിയ അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ അംഗങ്ങളായ സമിതി രൂപവത്കരിച്ച് 6 മാസത്തിനകം പുസ്തകം തയ്യാറാക്കണം. സമിതിയിലെ വിദഗ്ധർ കഴിയാവുന്നത്ര സ്ത്രീകളായിരിക്കണമെന്നും ശുപാർശയിൽ പറയുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.